ആലപ്പുഴ ജിംഖാന റിട്ടേൺ ഡയറക്ടർ ബൈ ഖാലിദ് റഹ്മാൻ. ഖാലിദ് റഹ്മാൻ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ്. അതായത് പ്രസന്റ് ടൈമിലെ പല്ലുമാല, ഉണ്ട, അൻ്റെ കരിക്കൻ വെള്ളം, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ജോണറിലുള്ള നല്ല നല്ല സിനിമകൾ മലയാളത്തിൽ തന്നിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഖാലിദ് റഹ്മാൻ. അദ്ദേഹത്തിൻ്റെ പുതിയ പടം ആലപ്പുഴ ജിംഖാന. ഈ പടം ബേസിക്കലി ഒരു കോമഡി ആക്ഷൻ മൂവിയാണ്. അതായത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോമഡി മൂവിയാണ്. ഇപ്പോൾ സ്പോർട്സ് കോമഡി മൂവി എന്ന് വെച്ചാൽ മലയാളത്തിൽ അധികം കണ്ടിട്ടുള്ള ഒരു ജോണർ അല്ല. മലയാളത്തിൽ ഓൾറെഡി സ്പോർട്സ് മൂവീസ് വളരെ കുറവാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളതും ആക്ഷൻ സ്പോർട്സ് മൂവീസാണ്. കോമഡി ജോണറിലേക്ക് അധികം അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് മലയാളത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമഡി സ്പോർട്സ് ഡ്രാമ എന്നുള്ള ആ ഒരു ജോണറിനോട് 100% നീതി പുലർത്തിയിട്ടുള്ള ഒരു നൈസ് പടം എന്ന് വെച്ചാൽ ഒരു വൈബ് പടമാണ്. ഞാനിപ്പോൾ പടം കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. തിയേറ്റർ മൊത്തം 2K പിള്ളേരാണ് കേട്ടോ. നമ്മൾ നല്ല ചിരിച്ച് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് കണ്ട പടം തന്നെയാണ്. അതായത് പ്രേമലു മൂഡിൽ ഒരു സ്പോർട്സ് മൂവി ഉണ്ടാകും, അങ്ങനെ കാണാൻ പറ്റിയൊരു പടമാണിത്. നൈസ് പടം. നസ്ലിൻ, ഗണപതി, അതുപോലെ തന്നെ ലുക്മാൻ അവറാൻ, അതിൽ നസ്ലിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള അലക്സ് പോളാന്ന് തോന്നുന്നു. പിന്നെ ആ ഒരു ടീം മൊത്തം കുറേ കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്. ബേബി ജീൻ, അങ്ങനെ കുറേ അധികം ചെറുപ്പക്കാരി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ ആൾക്കാരുടെയും ഇൻഡിവിജ്വൽ പെർഫോമൻസും അവരുടെ കെമിസ്ട്രിയും കോമ്പിനേഷനൊക്കെ ഗംഭീരമായിരുന്നു. സൂപ്പർ ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. ഇഷ്ടംപോലെ ചിരിക്കാനുണ്ട് കേട്ടോ. പടം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ, അവസാനത്തെ ആ കൂട്ടത്തല്ല് വരെ നമുക്ക് ചിരി വരും. ചിരിച്ച് എൻജോയ് ചെയ്ത് വൈബായിട്ട് കാണാൻ പറ്റിയൊരു പടമാണ്. നമുക്ക് 0 ലാഗാണ് പടത്തിന്. ഇന്റർവെൽ അത് നമ്മൾ അറിയില്ല. ഇന്റർവെല്ലിനപ്പുറത്തേക്ക് പിന്നെ കണ്ണടച്ച് ഓർക്കുമ്പോഴത്തേക്ക് പടം തീരും. ടപ്പേന്ന് പടം തീരും. അതായത് നമുക്ക് ചിന്തിക്കാനൊരു സമയമോ ഒരു സ്പേസ് ഒന്നും തരില്ല. ഒറ്റ ലാഗ് പോലും ഇല്ല. തുടങ്ങുന്നു, കുറേ പാട്ട്, കുറേ അടി, പടം അവസാനിക്കുന്നു. ഇഷ്ടംപോലെ സിറ്റുവേഷൻ കോമഡികളുണ്ട്. ഡയലോഗ്, വെർബൽ ജോക്സും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ പടം സ്പോർട്സ് മൂവി ആയതുകൊണ്ട് തന്നെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഫിസിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മലയാളത്തിൽ ചില സിനിമകളിൽ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ചില സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഫുട്ബോൾ റിലേറ്റഡ് ആണെന്നുള്ളത് അതിൻ്റെ ടൈറ്റിലും ബാക്കിയുള്ള സാധനം കാണുമ്പോൾ മനസ്സിലാകും. പക്ഷേ അഭിനയിക്കുന്ന ആൾക്കാരുടെ ഫിസിക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വെറുതെ പണിയൊന്നും എടുക്കാതെ വെറുതെ 4 നേരം തിന്നുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആയിരിക്കും. അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ബോഡി ഫിറ്റ്നസ് പെർഫെക്റ്റ് ആണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാർഷൽ ആർട്സ് ചെയ്യുന്ന ആൾക്കാരുടെ, സ്പെഷ്യലി ബോക്സിങ്ങോ അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. പെർഫെക്റ്റ് ആയിരുന്നു. എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഗംഭീരമാണ്. കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇവർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അതായത് ബോക്സിംഗ് എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവർ പ്രൊഫഷണലായിട്ട് ഇത് ചെയ്ത് പഠിച്ച് അത് റിങ്ങിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പെർഫെക്ഷൻ ഫീൽ ചെയ്യുമല്ലോ. ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷേ മേക്കിംഗ് ഗംഭീരമായിട്ടുണ്ട്. അടിപൊളി മേക്കിംഗ് ആണ് കേട്ടോ. ചിരിച്ച് നമുക്ക് എന്താണ് ഒരു ടെൻഷൻ ഇല്ലാതെ കാണാൻ പറ്റിയൊരു പടമില്ലേ. വല്ലാണ്ട് ടെൻഷൻ അടിച്ച് അങ്ങനെ ആക്കുമൊന്നുമില്ല. എന്നാൽ കൂടുതൽ നമ്മളങ്ങനെ ചിന്തിപ്പിച്ച് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകില്ല. നൈസായിട്ടൊന്ന് കാണാൻ വേണ്ടി പറ്റിയ ഒരു ഫീൽ ഗുഡ് സ്പോർട്സ് കോമഡി മൂവിയാണ് ആലപ്പുഴ ജിംഖാന. ഇനി സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ജിംഷി ഖാലിദാണ് പടത്തിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള ജിംഷിയുടെ വർക്ക് എനിക്ക് ബേസിക്കലി ഭയങ്കര ഇഷ്ടമാണ്. അത് കുമ്പളങ്ങി നൈറ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കളർ ടോണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നൈസ് ആയിട്ടുള്ള ഒരു കളർ ടോൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റിങ് കാണിക്കുന്ന സമയത്ത്, ആക്ഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ POV ഷോട്ടും മറ്റും ചെയ്തിട്ടുള്ളത് സൂപ്പർ ആയിരുന്നു. പിന്നെ വിഷ്ണു വിജയ് പ്രസന്റ് ടൈമിലെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടറാണ്. ഗംഭീരമായിട്ടുള്ള BGM അതുപോലെ തന്നെ സ്കോറിങ്, പാട്ടും സിനിമയിലെ പാട്ടും അടിപൊളിയായിരുന്നു. സിറ്റുവേഷൻ അനുസരിച്ച് പോകുന്ന ടൈപ്പ് പാട്ടാണ്, അല്ലാതെ പാട്ടിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സീനോ കാര്യങ്ങളൊന്നുമില്ല. സീനിനെ അനുസരിച്ച് അതുമായിട്ട് ഭയങ്കര സിങ്ക് ആയിട്ട് പോകുന്ന മ്യൂസിക്കാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഇവർ റിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു വായ്ത്താരി പോലത്തെ ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. എൻ്റെ മോനെ, ആ സാധനം ഓരോ പ്രാവശ്യവും ഗംഭീരമായിരുന്നു. ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഞെട്ടിച്ചിട്ടു. അതായത് നമ്മൾ ഈ വഞ്ചിയെല്ലാം തുഴയുന്ന സമയത്ത് തിത്തിത്താര തിത്തിത്തൈ ആ മൂഡിലൊരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ സാധനം ഭയങ്കര കോമഡി ആയിരുന്നു. ഒരു ഒലക്കെല്ലാം പിടിച്ചിട്ട് ഇവരൊരു വര പിടിച്ചൊക്കെ പറ്റും. ഗംഭീരം എന്ന് വെച്ചാൽ അത് കണ്ടാലും ചിരിച്ച സൈഡായി പോകും. പക്ഷെ അവസാനം ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് നമുക്കൊരു ആവേശം കയറി വരുന്നുണ്ട്. പിന്നെ പടത്തിൽ അത്യാവശ്യം ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പോർട്സ് മൂവി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് അവസാനം വരെ നമ്മൾ പിടിച്ചിരുത്തി ഇങ്ങനെ ഒളിമ്പിക്സിന് ബോക്സിങ്ങിന് ഗോൾഡ് മെഡൽ അടിക്കും അങ്ങനെയൊന്നുമല്ല. ഇതൊരു സാധാരണ സിനിമയാണ്. 2 മണിക്കൂർ 20 മിനിറ്റ് നമുക്ക് വേറൊന്നും ചിന്തിക്കാതെ വൈബായിട്ട് കാണാൻ വേണ്ടി പറ്റിയ ഒരു ഖാലിദ് റഹ്മാൻ പടം. അനുരാഗ കരിക്കിൻ വെള്ളം നമ്മൾ കണ്ടിരിക്കില്ലേ, അതുപോലെ കണ്ട് ആ ഒരു വൈബ് പിടിച്ചു പോകാൻ വേണ്ടി പറ്റിയ പടമാണ് നമ്മുടെ ആലപ്പുഴ ജിംഖാന. നസ്ലിന്റെ പെർഫോമൻസ് ആയി കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഡയലോഗ്സ് ആയി കഴിഞ്ഞാലും ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ രസമായിരുന്നു. നല്ല ഫാൻ ബേസ് ആയി വരുന്നുണ്ട്. അതായത് ഇയാളെ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് തന്നെ ആൾക്കാർക്ക് നല്ലൊരു ഒരു
നമുക്കത് ശരിക്കും ഫീൽ ആവും, ആൾക്കാരുടെ ഒരു ആവേശവും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. പിന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഫീമെയിൽ കഥാപാത്രങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ആരുടെ പേര് എനിക്ക് അങ്ങനെ അറിയില്ല, പക്ഷെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്, സൂപ്പറായിരുന്നു. അങ്ങനെ ടോട്ടാലിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ വർത്ത് വാച്ചിങ് ആയിട്ടുള്ള ഒരു കിടിലം പടം. വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ ബോറടിപ്പിക്കില്ല. നൈസ് ആയിട്ടൊരു പടമാണ് ആലപ്പുഴ ജിങ്കാന.